പത്തനംതിട്ടയിൽ നടുക്കുന്ന ക്രൂരപീഡനം. പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച പിടിയിലായവരുടെ എണ്ണം 15ആയി. ഇന്നലെ അറസ്റ്റ് ചെയ്ത 5 പേരെ റിമാൻഡ് ചെയ്തു. 13 വയസ്സ് മുതൽ ചൂഷണം നേരിട്ടു എന്നതാണ് പെൺകുട്ടിയുടെ മൊഴി. 60ഓളം പേർ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി ചൈൽഡ് ലൈനിൽ നൽകിയിരിക്കുന്ന മൊഴി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പത്തനംതിട്ട പോക്സോ കേസിൽ പ്രതികളിൽ കൂടുതലും പെൺകുട്ടിയുടെ വീടുമായി അടുപ്പമുള്ളവരെന്നാണ് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവിന്റെ പ്രതികരണം. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകരും പീഡിപ്പിച്ചു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് 5 പേരുടെ അറസ്റ്റിലേക്ക് എത്തിയത്. സന്നദ്ധ സംഘടനയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പെൺകുട്ടി തന്നെയാണ് അറിയിച്ചതെന്നും അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞു. മഹിളാ സമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട്, ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ. കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപ്പിൽ തന്നെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, പെൺകുട്ടിയുടെ മൊഴി അത് അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ കാര്യം ഇതുവരെയും പുറത്തറിയാത്തത് എന്നതാണ്. വളരെ യാദൃച്ഛികമായിട്ടുള്ള ആ സംഘടനയുടെ ഇടപെടലാണ് ഇങ്ങനെ ഈ കാര്യം പുറത്തു വരാൻ ഇടയായത്. ഈ കുട്ടിയുടെ മൊഴിക്ക് പുറത്തു വന്നതിന് ശേഷം ഇതുവരെ നടത്തിയ പോലീസിന്റെ നീക്കങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മറ്റു നീക്കങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ പേരിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? സജിത്ത് പറഞ്ഞ പോലെ തന്നെ വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിരിക്കുന്നു. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 പേരും ഈ പെൺകുട്ടിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം അച്ഛന്റെ സുഹൃത്തുക്കളും ഈ കായിക അധ്യാപകരടക്കം സഹപ്രവർത്തകരടക്കം അത്തരം നിരവധി പേരുകൾ, ഈ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. പെൺകുട്ടി ആദ്യം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്ത്, വീടിനടുത്തുള്ള സുഹൃത്താണ് ആദ്യം പീഡിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കൂടി മൊബൈലിൽ പകർത്തി മറ്റ് വീഡിയോ സന്ദേശങ്ങളായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ, ഈ പ്രതികളായിട്ടുള്ള ആളുകൾ കുട്ടിയെ പീഡനത്തിനിരയാക്കുന്നത്. ഇക്കാര്യങ്ങൾ പലപ്പോഴും 13 വയസ്സ് മുതൽ തുടങ്ങി 5 വർഷം, അതായത് 18 വയസ്സ് പെൺകുട്ടിക്ക് പൂർത്തിയായിട്ടുണ്ട്. ഈ 5 വർഷത്തിനിടയിലാണ് 62ഓളം പേർ ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ 42ഓളം പേരുകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ അച്ഛന്റെ ഫോൺ നമ്പറിലൂടെയാണ് ഈ കുട്ടി പീഡിപ്പിച്ച ആളുകളുടെ ഫോൺ നമ്പറുകളൊക്കെ ഈ കുട്ടി മൊബൈലിൽ, പിതാവിന്റെ മൊബൈലിൽ സേവ് ചെയ്തിരുന്നു. ആ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 40ഓളം പേരിൽ പുറത്തുണ്ടെന്ന് പോലീസ് വിവരം നൽകുന്നത്. ഒപ്പം ഈ 5 പേരെ തന്നെ ആദ്യഘട്ടത്തിന്റെ പ്രാഥമിക ഈ വിവരം പുറത്തു വന്ന സമയം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ വിവരം ലഭിച്ച ആ സമയം മുതൽ ഒരു പ്രത്യേക സെല്ല്, ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പത്തനംതിട്ട DSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സംഘം രൂപീകരിച്ചത്. എന്തായാലും ജില്ലയിലെ 5ഓളം സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുണ്ട്. പ്രധാനമായും 5 കേസുകൾ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 11ഓളം കേസുകളാണ് നിലവിലുള്ളത്, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വിപുലമായ രീതിയിൽ പോലീസ് തുടക്കം മുതൽ അന്വേഷണം വ്യാപിപ്പിച്ചു. ഈ പ്രതികളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് പോക്സോ കേസാണ്, അതുകൊണ്ട് ഈ വിവരങ്ങൾ കൂടുതൽ പറയുന്നതിനും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്ന മറ്റു വാർത്തകൾ നൽകുന്നതൊക്കെ പരിമിതിയുണ്ട്. അതിനുപ്പുറം ഈ വാർത്ത നൽകിയാൽ തന്നെ ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പീഡനത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ച പലരും, ലൈംഗികമായി പീഡിപ്പിച്ച പലരും വിദേശത്ത് പോയ സാഹചര്യമുണ്ട്. ജില്ലയിലുള്ളവരുണ്ട്, ജില്ലയ്ക്ക് പുറത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ നിരവധി പേർ ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ള ഒരു വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികളെ, ഈ പിടിയിലായ 5 പേരെ കൂടാതെ തന്നെ 10 പേർ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പോലീസ് വളരെ ചടുലമായ നീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടി ഈ സന്നദ്ധ പ്രവർത്തകരോടാണ് ഈ താൻ പീഡിപ്പിക്കപ്പെട്ട
പറയുന്നത് തനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. സന്നദ്ധ പ്രവർത്തകർ അത് CWC അറിയിക്കുന്നു. CWC ഈ വിവരം നേരെ ജില്ലാ പോലീസ് നേരെ രേഖാമൂലം പരാതിയെ സമർപ്പിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ നിലയ്ക്ക് ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കുകയും ഇന്നലെ രാത്രി തന്നെ ഈ പെൺകുട്ടിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്ത് 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെ റിമാൻഡിലാണ്. അവർ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കസ്റ്റഡിയിലെത്തിയ പ്രതികളുമായി ഉൾപ്പെടെയുള്ള തെളിവെടുപ്പിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട്. കൂടുതൽ പേർ ഈ കേസുമായി ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാനുള്ള സാഹചര്യമുണ്ട്. 42ഓളം പേരാണ് ഈ കേസിലുള്ളത്. നിലവിൽ ഈ കുട്ടി പീഡിപ്പിച്ച ആളുകളുടെ പേര് ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ ഡയറി ഇവിടെ പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ കൂടി പോലീസ് കൃത്യമായി നോക്കി, മേൽവിലാസം നോക്കി ആ പ്രതികളിലേക്ക് എത്താനുള്ള എല്ലാ നടപടികളും നടന്നു വരികയാണ്. ഊർജിതമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കായിക താരമാണ്. സ്കൂൾ സ്പോർട്സ് മത്സരങ്ങളിലൊക്കെ പൈസ നേടിയ കുട്ടിയാണ്. അത്തരത്തിൽ കായിക പരിശീലകരും സുഹൃത്തുക്കളായ ആളുകളും അത്തരത്തിൽ നിരവധി പേർ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട ആളുകൾ, അച്ഛന്റെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു വലിയ ചങ്ങല തന്നെ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അത്തരത്തിലൊരു വലിയ ഒരു മാനസികമായി നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെ ഈ കേസ് മാറുകയാണ്. യെസ്, ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ വലിയ ദുരൂഹതകൾ ഇനിയും അവശേഷിക്കുന്ന സംഭവമാണ്. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ് ഇത്ര വലിയൊരു ഞെട്ടിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നത്. അന്വേഷണ സംഘം എന്തായാലും ഊർജിതമായിട്ടുണ്ട്. അവിടെ പ്രത്യേക സംഘം രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. 60ഓളം പേര് 13-ാം വയസ്സ് മുതൽ പീഡിപ്പിച്ചു എന്ന വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. അതിലേക്കാണ് അന്വേഷണം പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വരുന്ന മണിക്കൂറിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.